ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററലിനെ പറ്റിയാണ്. എന്താണ് ക്വാഡ്രിലാറ്ററൽ? യെസ്, 4 സൈഡ്സ് ഉള്ള ഏതൊരു പോളിഗണെയും നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നു. നമ്മൾ പലതരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പാരലോഗ്രാം, ട്രപ്പീസിയം, റോംബസ്, കൈറ്റ്. യെസ്, നമ്മൾ പലതരത്തിലുള്ള ക്വാഡ്രിലാറ്ററലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററൽസിൻ്റെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസാണ്. നമുക്കറിയാം പാരലോഗ്രാമിന് 4 വശങ്ങളാണുള്ളത്. അതിൽ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് പാരലോഗ്രാം എന്ന പേര് വന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമല്ല, പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് പാരലോഗ്രാമിൻ്റെ അഡ്ജസൻ്റ് ആംഗിൾസ് നമ്മൾ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. പിന്നെ പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് പരസ്പരം ബൈസെക്റ്റ് ചെയ്യും. ഇവയെല്ലാമാണ് പാരലോഗ്രാമിൻ്റെ പ്രത്യേകതകൾ. ഇനി ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ട്രപ്പീസിയത്തിന് എപ്പോഴും 1 പെയർ പാരലൽ സൈഡ്സ് ഉണ്ടായിരിക്കും. പാരലൽ അല്ലാത്ത ബാക്കിയുള്ള സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസിലസ് ട്രപ്പീസിയം എന്നാണ് പറയുക. അടുത്തത് റോംബസ്. റോംബസിൻ്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. റോംബസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. റോംബസിൻ്റെ ഡയഗണൽസ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഡയഗണൽസ് പരസ്പരം ബൈസെക്റ്റ് ചെയ്യും. അതും പെർപെൻഡിക്കുലർലി ബൈസെക്റ്റ് ചെയ്യും. അതുപോലെ റോംബസിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ അതിൻ്റെ സമ്മ് 180 ആയിരിക്കും. കൈറ്റിൻ്റെ പ്രത്യേകതയാണ് കൈറ്റിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് 2 പെയേഴ്സ് ഉണ്ടായിരിക്കും. അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള 2 പെയർ ഉണ്ടായിരിക്കും. അതുപോലെ കൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഡയഗണൽസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലോങ്ങർ ഡയഗണൽ ഷോർട്ടർ ഡയഗണലിനെ പെർപെൻഡിക്കുലർലി ബൈസെക്റ്റ് ചെയ്യും. ഇതെല്ലാമാണ് കൈറ്റിൻ്റെ പ്രത്യേകതകൾ. ഈ പറഞ്ഞ ക്വാഡ്രിലാറ്ററൽസ് കൂടാതെ നമുക്കറിയുന്ന മറ്റ് 2 ക്വാഡ്രിലാറ്ററൽ ആണ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ. സോ നിങ്ങൾക്കെല്ലാവർക്കും ക്വാഡ്രിലാറ്ററലിനെ പറ്റിയും അവയുടെ പ്രത്യേകതകളെ പറ്റിയും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.